ഇപ്പോൾ പത്തനംതിട്ടയിൽ നിന്നുള്ള വിവരങ്ങളുമായി സുജു ടി ബാബു കൂടി ചേരുകയാണ്. സുജു, നിലവിൽ പത്തനംതിട്ടയിൽ LDF സിറ്റിംഗ് സീറ്റുകൾ നിലനിർത്തിയിട്ടുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മറ്റ് പത്തനംതിട്ട ജില്ലയിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്ന സ്ഥലങ്ങളിലെ ഫലം എങ്ങനെയാണ്? പത്തനംതിട്ടയിൽ 3 തദ്ദേശ തെരഞ്ഞെടുപ്പിലെ 3 ഫലങ്ങളാണ് വന്നിരിക്കുന്നത്. അരുവാപ്പുലത്ത് LDF സീറ്റ് നിലനിർത്തുന്നു. എഴുമറ്റൂരിൽ ഒരു പഞ്ചായത്തിൽ BJP വിജയിക്കുന്നു. കോൺഗ്രസിന്റെ സീറ്റാണ് BJP പിടിച്ചെടുത്തിരിക്കുന്നത്. നിരണം പഞ്ചായത്തിൽ അവിടെ UDF ആണ് വിജയിച്ചിരിക്കുന്നത്. LDFന്റെ സീറ്റ് UDF പിടിച്ചെടുത്തിരിക്കുന്നു. അങ്ങനെ 3 സീറ്റുകളിൽ LDF, UDF, BJP ഓരോ സീറ്റുകൾ വിജയമാണ് വന്നിരിക്കുന്നത്. ഇപ്പൊ നമ്മൾ കോന്നിയിലാണുള്ളത്. കോന്നി അരുവാപ്പുലത്ത് വിജയാഘോഷത്തിലാണ് LDF പ്രവർത്തകർ. വലിയൊരു ആവേശത്തിലാണെന്ന് തോന്നുന്നില്ലേ പ്രവർത്തകർ? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നാളിതുവരെയായി കേരളത്തിലാകമാനം നടത്തിയിട്ടുള്ള മതേതര കാഴ്ചപ്പാടിന്റെ തെളിവാണ്. കേരളത്തിൽ അരുവാപ്പുലം ഗ്രാമപഞ്ചായത്തിൽ 12-ാം വാർഡിൽ സഖാവ് മിനി രാജീവ് അഭിമാനകരമായ പോരാട്ടം നടത്തി. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകന്മാരുടെ അഹോരാത്രമുള്ള പരിശ്രമത്തിന്റെ ഫലമായി വർഗീയതയെ കാറ്റിൽ പറത്തിക്കൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കൈവരിച്ച വൻപിച്ച വിജയമാണ് ഇവിടെ നേടിയെടുത്തിരിക്കുന്നത്. ഇദ്ദേഹമാണ് അനൗൺസർ ഈ വാഹനത്തിന്റെ. അതുകൊണ്ടാണ് ആ അനൗൺസ്മെന്റ് ശൈലി തന്നെ പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ പഞ്ചായത്ത് മെമ്പറോ, ഇപ്പൊ പഞ്ചായത്ത് മെമ്പറോ, നിയുക്ത പഞ്ചായത്ത് മെമ്പറോ, വലിയ സന്തോഷമാണോ? തീർച്ചയായിട്ടും നല്ല സന്തോഷമാണ്. നല്ല സീറ്റ് ഉയർത്താൻ പറ്റിയതിന്റെ അല്ലേ? പിന്നെ തീർച്ചയായിട്ടും നല്ല സന്തോഷമുണ്ട്. കാരണം നമുക്ക് ഇത്രയും ദിവസം മുമ്പേ ഞാൻ പറഞ്ഞ കുറച്ച് ദിവസമേ നമുക്ക് കിട്ടിയുള്ളൂ എങ്കിൽ പോലും നമുക്ക് നമ്മുടെ നാട്ടുകാർ, നമ്മുടെ സാധാരണ ആൾക്കാർ, നമ്മുടെ ഈ വാർഡിലുള്ളവരെല്ലാവരും നമ്മൾ സാധാരണപ്പെട്ടവർ. അപ്പൊ അവര് നമ്മളെ കൈവിടില്ല എന്ന് എനിക്ക് ഉറച്ച വിശ്വാസം ഉണ്ടായിരുന്നു. എന്തായാലും LDF ഇപ്പൊ അരുവാപ്പുലം പഞ്ചായത്തിലെ 12-ാം വാർഡ് നിലനിർത്തിയിരിക്കുകയാണ്. സിജു സുഗതൻ. ശരി, സുജു ടി ബാബുവാണ് വിവരങ്ങൾ നൽകിയത്. പത്തനംതിട്ടയിൽ 3 നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ ഒരിടത്ത് LDF സീറ്റ് നിലനിർത്തി, ഒരിടത്ത് BJP UDFന്റെ ഒരു സീറ്റ് BJP പിടിച്ചെടുത്തു, ഒരു സീറ്റ് LDFന്റെ സീറ്റ് UDFും പിടിച്ചെടുത്തു.